പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴയൊക്കെ നല്ല മഴയുള്ള ദിവസമാണല്ലോ. നമുക്ക് കലാത്തിയ പ്ലാന്റ്സ് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 6 വെറൈറ്റി കലാത്തിയ വന്നിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ പ്ലാന്റ്സുകളാണെങ്കിൽ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കോംബോ 4 കോംബോയാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേണ കോംബോയാണ് ഡാഡ്രാസ്വീന വെറൈറ്റി. ഒരു പോട്ടിൽ 2 എണ്ണം വീതം നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഇത് കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ദാ ഈ ഒരു പോട്ടിൽ 2 എണ്ണം, പിന്നെ ദാ ഈ ഒരു വെറൈറ്റി ഇതും ഒരു പോട്ടിൽ 2 എണ്ണമായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും 200 ആണ്. നമ്മൾ അന്നും ചെയ്തത് 200 തന്നെയാണ്, ഇന്നും 200 തന്നെയാണ് കേട്ടോ. ദാ ഇങ്ങനെ. അപ്പോൾ 200 പ്ലസ് കൊറിയറാണ്, 200 പ്ലസ് കൊറിയർ. താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇനി പെഡിലാന്തസിൻ്റെ കോംബോയാണ് കേട്ടോ. പെഡിലാന്തസ് ദാ ഈ ഒരു വേരിഗേറ്റഡ് വെറൈറ്റി. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പോട്ടിൽ 1 2 3 4 5 എണ്ണമാണ് കേട്ടോ ഒരു പോട്ടിൽ വരുന്നത്. നമ്മൾ പോട്ട് ഉണ്ടായിരിക്കില്ല, പോട്ട് മാറ്റിയിട്ടായിരിക്കും. അതിൻ്റെ നേരിയ വേരുകളാണ് കേട്ടോ. വേരുകൾ നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നേരിയ വേരുകളായിരിക്കും. പിന്നെ ആ വെറൈറ്റിയുടെ പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ കട്ട് ചെയ്തൊക്കെ നടാം കേട്ടോ. കുറച്ച് കഴിയണ്ട, ഇപ്പോൾ തന്നെ കട്ട് ചെയ്തതിന് നടാൻ പെഡിലാന്തസ് വെറൈറ്റി ആണല്ലോ. വേഗത്തിൽ തന്നെ വേര് പിടിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുക. പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി ഇതാ ഇങ്ങനെ. ബ്ലാക്ക് ബോൺ എന്നൊക്കെ പറയും, ബാക്ക് ബോൺ എന്ന് പറയും. പെഡിലാന്തസ് ബാക്ക് ബോൺ. ഈ വെറൈറ്റിക്ക് അങ്ങനെയൊക്കെ പറയണേ. അത് വേരിഗേറ്റഡ്, ഇത് വേരിഗേഷനൊന്നും ഇല്ലാത്ത പ്ലാന്റും. ഇതും ഒരു പോട്ടിൽ 5 എണ്ണമായിരിക്കും കേട്ടോ. ഇനി പെഡിലാന്തസിൻ്റെ തന്നെ സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. ദാ ഈ ഒരു വെറൈറ്റി. ഇത് 3ഉം ആയിരിക്കും ഇത് 3ഉം പെഡിലാന്തസ് വെറൈറ്റികളാണ് കേട്ടോ. ഇത് 3ഉം കട്ട് ചെയ്തൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന വെറൈറ്റി തന്നെയാണ്. ഇത് 3ഉം ദാ ഇങ്ങനെ. ഈ 3 പ്ലാന്റ് 250 ആണ് റേറ്റ് വരുന്നത്. 250 പ്ലസ് കൊറിയറാണ്. താല്പര്യമുള്ളവർക്ക് വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ കലാത്തിയുടെ കോംബോയിലേക്ക് പോവുകയാണ്. കലാത്തിയുടെ ദാ ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ പേര് വരുന്നത് വിറ്റാറ്റയാണ്. വിറ്റാറ്റ ദാ ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയുള്ള പോട്ടുകളായിരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ദാ ഇങ്ങനെ നിറഞ്ഞ പോട്ടുകളൊക്കെ അങ്ങനെയായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ഷൂട്ടുകൾ എണ്ണാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ തിങ്ങി ഇങ്ങനെ അതിൻ്റെ ഷൂട്ടുകൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ദാ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ മറ്റേതൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇലയും അതിൻ്റെ ഷൂട്ടും ഒക്കെ ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. ദാ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഗ്രീൻ ലിപ്സ്റ്റിക് കേട്ടോ. ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നന്നായിട്ട് തിക്കായിട്ടൊക്കെ വന്നേക്കുന്ന പ്ലാന്റുകളാണ്. ദാ ഇതിൻ്റെ അടിഭാഗം ദാ ഈ ഒരു കളറായിരിക്കും കേട്ടോ. ഇതിൻ്റെ അതെ കേട്ടോ. ഈ കലാത്തിയുടെ അടിഭാഗം ഗ്രീൻ കളർ തന്നെയായിരിക്കും കേട്ടോ. ദാ ഇതിങ്ങനെ. അപ്പോൾ ഈ 2 പ്ലാന്റിന് 620 ആണ് വരുന്നത്. 620 പ്ലസ് കൊറിയറാണ് വരുന്നത്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മളുടെ ദാ ഈ ഒരു വെറൈറ്റി, നമ്മളുടെ റെഡ് വൈൻ. ദാ ഇങ്ങനെ. റെഡ് വൈൻ ചെറിയ ഇലകളായിരിക്കും കേട്ടോ. ചെറിയ ഇലകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു 2 ഷൂട്ടൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 2 3 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് ചിലതിലൊക്കെ 4 ഷൂട്ടുകൾ. ഇതിപ്പോൾ ഇതിലെടുത്തേക്കുന്നത് 4 ഷൂട്ടുണ്ട്, പക്ഷെ 4 ഷൂട്ടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഉള്ളത് അങ്ങനെ തന്നെ നമ്മൾ വിടും. 2 3 അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ ചെറിയ ഇലകളാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നതൊക്കെ. ചെറിയ ഇലകളുടെയാണ് കേട്ടോ. ഇലകൾ വലുതായിക്കോളും, കുറച്ചുകൂടിയും കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വലുതായിക്കോളും കേട്ടോ. പിന്നെ ദാ ഈ ഒരു വെറൈറ്റി നമ്മുടെ മക്കിയോന. അടിപൊളി പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നല്ല രസമാണ് വന്നേക്കുന്നത്. ദാ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി വന്നേക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2 പോട്ടിലേക്കൊക്കെ മാറ്റി ഈസി ആയിട്ട് നടാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ ദാ ഇങ്ങനെ. അതിനും 620 തന്നെയാണ് കേട്ടോ വരുന്നത്. 620 പ്ലസ് കൊറിയറാണ്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ബാക്കിയുള്ളത് നമ്മൾ കോംബോ ആയിട്ടൊന്നുമല്ല. ബാക്കി നമ്മൾ പ്ലാന്റ്സുകൾ വേഗത്തിൽ തന്നെ കാണിച്ചു പോകാമേ. കലാത്തിയ തന്നെ കാണിക്കാം. ദാ കലാത്തിയ. ദാ ഈ ഒരു വെറൈറ്റി ഓർണാറ്റ. ഇത് കുറച്ച് മാത്രം സ്റ്റോക്കിലുള്ളത് കൊണ്ട് നമ്മൾ കോംബോ ആയിട്ടൊക്കെ കാണിക്കുക. കോംബോ കാണിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ളതില്ല. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കുറച്ച് മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ. നമ്മൾ കാറ്റലോഗ് വ്യാഴാഴ്ച അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ തുടങ്ങി നമുക്ക് വരുന്നുണ്ട് ഓർഡറുകൾ. പിന്നെ അതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ തന്നെ. നല്ല രസമാണ് കാണാനായിട്ട്. അതാ ഇങ്ങനെ. ഓർണാറ്റയ്ക്ക് മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കെയറിങ് ആവശ്യമുള്ള പ്ലാന്റാണ്. കുറച്ച് കരിച്ചിൽ കൂടുതലുള്ള പ്ലാന്റാണ് ഓർണാറ്റ. ഇപ്പോൾ മഴക്കാലത്തല്ല, മറ്റുള്ള സമയത്തൊക്കെ ഇങ്ങനെ തുമ്പുകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ് വരും. ഇതിന് തന്നെ ഇത് അങ്ങനെയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കുറച്ചും കൂടെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കയറ്റിയൊക്കെ വളർത്തേണ്ട പ്ലാന്റാണ് കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് റാറ്റിൽ സ്നേക്കും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഫുൾ പോട്ട് റാറ്റിൽ സ്നേക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. റാറ്റിൽ സ്നേക്ക് സ്റ്റോക്ക് ആവശ്യത്തിനുണ്ട്, ധാരാളമുണ്ട്. നമുക്ക് ഇതാണ് സ്റ്റോക്ക് കുറവുള്ളത് കേട്ടോ. അപ്പോൾ വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ ഇനി കാണിക്കാനുള്ളത് നമ്മളുടെ
റബ്ബർ പ്ലാന്റ് ഈ ഒരു സൈസിലൊക്കെയുള്ള ഏകദേശം 2 സ്റ്റെം നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. 2 ബ്രാഞ്ചസ് അങ്ങനെയായിട്ട് വരുന്ന ഒറ്റ പ്ലാന്റിൽ തന്നെ 2 ബ്രാഞ്ചസ്, ചിലതൊക്കെ കൂട്ടി നട്ടേക്കണതായിരിക്കും. 2 ബ്രാഞ്ചസ് ആയിട്ടാണ് സാധാരണ വന്നേക്കണേ. ഇതിലൊക്കെ ഇത് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ വേണമെന്നുള്ളൊരു വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ വന്നേക്കുന്നത് നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി, വാട്ടർമെലൺ, ഈ ഒരു പ്ലാന്റ്, ഈ സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഇതിപ്പോൾ 2 പ്ലാന്റ് അല്ലെങ്കിൽ 3 പ്ലാന്റ് അങ്ങനെ ചേർത്ത് വെച്ച് നട്ടേക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെയാണ് സാധാരണ വന്നേക്കുന്നത് കേട്ടോ. ഇതിൽ ഇങ്ങനെയൊക്കെ അതിൻ്റെ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്ന ഇലയാണ് കേട്ടോ. അതിൻ്റെ ആദ്യം വന്നേക്കുന്ന ഇലയാണ് ഈ വലുത് അടിയിൽ കാണുന്നത് കേട്ടോ. അതെല്ലാ പോട്ടിലും ഇല്ല. ഇങ്ങനെയുള്ളതായിരിക്കും കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, ഈ ഒരു സൈസിലുള്ളത്. ഇങ്ങനെ നല്ല രസമാണ് ഈ പ്ലാന്റ് വരുന്നത്. 2-3 പ്ലാന്റുകളൊക്കെ ചേർത്ത് വെച്ചേക്കേണ്ടതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ എയർ പ്ലാന്റ്. നല്ല രസമുള്ള പ്ലാന്റ്. ഫ്ലവർ ഇല്ല കേട്ടോ, ഈ സമയത്ത് ഫ്ലവർ വന്നിട്ടില്ല. ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. എയർ പ്ലാന്റൊക്കെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണല്ലോ വരാറുള്ളൂ. പിന്നെ നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് കോമ്പാക്റ്റ. ഇതും നമുക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ട്, എന്നാലും എപ്പോഴും വരാറുള്ള പ്ലാന്റ് അല്ല. ഇതിലൊരു ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, എല്ലാ പോട്ടിലും ഇല്ല, ഇതിലൊക്കെ കാണുന്നുണ്ട്. എല്ലാ പോട്ടിലും കായൊന്നും ഇല്ല കേട്ടോ. ഇത് നമുക്ക് കുള്ളൻ പ്ലാന്റുകൾ എപ്പോഴും നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഇൻഡോറിലേക്കൊക്കെ ഒരു നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു ഫൈക്കസ് നമ്മളുടെ എന്താ പറയുക, ഇത് ബോൺസായി, സോറി ആ പേര് കിട്ടിയില്ല, ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താനായിട്ട് ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നല്ല ബോൺസായി പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ബോൺസായി ആയിട്ട് വെട്ടിയൊക്കെ നിർത്തി നല്ല കുള്ളനായിട്ട് നല്ല ഭംഗിയിലാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇല കൊഴിയുന്ന പ്ലാന്റ് അല്ല. ഈ ഫൈക്കസ് വെറൈറ്റി ആണല്ലോ. ഫൈക്കസ് വെറൈറ്റിക്ക് തന്നെ നല്ല വേര് പിടുത്തമുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിന് കണ്ടോ, ഇത് നല്ല വേര്, ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ വേര്? അപ്പോൾ നല്ല വേരുകളൊക്കെ ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു പ്രശ്നമില്ല, നന്നായിട്ട് വളർന്നു വന്നോളൂ കേട്ടോ. ഒരു ശ്രദ്ധയും ആവശ്യമില്ലാത്ത പ്ലാന്റ്. ഇത് 2-3 പ്ലാന്റുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൈസിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നമ്മളുടെ ഇത് നമ്മളുടെ ബാംബു പാം സ്റ്റോക്ക് ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച തീർന്നു പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡ്വാർഫ് വെറൈറ്റി ഫിസി പ്ലാന്റ്, ഇതും സ്റ്റോക്കിലിട്ടിട്ടൊക്കെ. ഇതൊക്കെ നല്ല ഇതാണ്, നല്ലോണം ഇതിൻ്റെ റൈസോമൊക്കെ നന്നായിട്ട് ഫോം ചെയ്തേക്കണ പ്ലാന്റ്. ഞാൻ എടുത്ത് കാണിക്കാമേ. ഷൂ എടുത്തിട്ട് കിട്ടണില്ല. ഇത് കണ്ടോ, വേര് കണ്ടോ? ഇത്രയും ചെറിയ പ്ലാന്റിന് ചിലർക്ക് സംശയമുണ്ട്, ഇത്ര ചെറിയ പ്ലാന്റല്ലേ വേരുണ്ടാവുമോ എന്ന് സംശയമുണ്ട്. അത് നന്നായിട്ട് വേര് അവിടുന്ന് കാണാൻ പറ്റണില്ല അല്ലേ. ഇത് കണ്ടോ, വേരും അതിൻ്റെ റൈസവും ഒക്കെ നന്നായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മഴക്കാലം ആയതുകൊണ്ട് സിസി പ്ലാന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ കിഴങ്ങുള്ള പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പം മഴക്കാലത്തായതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ. സിസി പ്ലാന്റിനൊന്നും എപ്പോഴും വെള്ളം കോരി ഒഴിച്ച് അതിനെ ചീത്തയാക്കി കളയേണ്ട കാര്യമില്ല. നമ്മൾ കൂടുതൽ പ്ലാന്റുകളെ സ്നേഹിക്കുമ്പോഴാണ് പ്ലാന്റുകൾ ചീത്തയായി പോകണം. അപ്പോൾ അധികം ശ്രദ്ധ അതിലേക്ക് കൊടുക്കണ്ട. ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളുടെ ബേഡ് ഓഫ് പാരഡൈസ് 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ ഒരു പോട്ടിൽ. ഇങ്ങനെ 2 പ്ലാന്റുകളായിരിക്കും. ഇങ്ങനെ 2, 3, 4 പ്ലാന്റുകളൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ്, വലിയ പോട്ടിൽ വെക്കുമ്പോഴാണ് നല്ല ഭംഗിയാവണേ. പിന്നെ നമ്മുടെ ഫൈക്കസ് വെറൈറ്റി ആണ് ഇത്. ഫിഡിലി ഫിഗ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു മരത്തിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ഇതും നമ്മളുടെ ഇതൊക്കെ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ ഇങ്ങനെയും ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇൻഡോറിലേക്കൊക്കെ വേണ്ടിയിട്ട്. കുറച്ച് പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഇൻഡോറിലേക്ക് അധികം തിക്കി നിറച്ചിട്ട് കെയർ ചെയ്യാനായിട്ട് സമയമില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ പ്ലാന്റുകളാണ്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് മതി കേട്ടോ അതിന്. ഇത് നമ്മളുടെ ഡ്രസീന പ്ലാന്റ്, ഡ്രസീന ധാരാസിംഗ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആന്തൂറിയം പ്ലാന്റ്, നല്ല ബുഷിയായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ രസമാണ് കാണാനായിട്ട്. അത് ഇത്രയും തിക്കായിട്ടൊക്കെ വന്നേക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഹിറ്റായിട്ടുള്ള പ്ലാന്റ് മധുകാമിനി
ഇതാ ഇത് നല്ല വെള്ളപ്പണം ഒഴിയോ ഇതിൻ്റെ വേര് നോക്കി വെള്ള പൂവായിട്ട് ഇതിലിപ്പോൾ പൂ കൊഴിഞ്ഞു അടുത്ത പൂവിനുള്ള മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. പൂ ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. പൂ എന്തായാലും ഇപ്പോൾ ഈ മഴക്കാലം കൂടിയല്ലേ, നമുക്ക് വന്നേക്കണതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. പിന്നെ മഴക്കാലം കൂടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് പൂക്കൾ കുറവാണ്. നമുക്ക് വീട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പൂക്കളൊക്കെ ആയിക്കോളൂ കേട്ടോ, പെട്ടെന്ന് പൂക്കളായിക്കോളും. ഡ്വാർഫ് വെറൈറ്റിയാണ്, നല്ല മണമുള്ള അടിപൊളി പ്ലാന്റുകളാണ്. ഇപ്പോൾ നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് എന്ന് തന്നെ പറയാം. അത്രയും നല്ല പ്ലാന്റ്, ഒട്ടും കെയറിങ് ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇക്സോറ 2 കളറായിട്ട് ഇപ്പോൾ പൂവില്ല. ഇക്സോറ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള വെറൈറ്റി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പോത്തോസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പോത്തോസ് എൻജോയ് പോത്തോസിൻ്റെ ഒരു സൈസിലുള്ള പോട്ട് ഇതാണ് കേട്ടോ. അത് ഈ ഒരു സൈസിലുള്ള വലിയ പോട്ട് അതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. ഇത് അധികം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഇതാ ഇങ്ങനെ കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ചെറിയ പോട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയ പോട്ടിൽ വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിത് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കേട്ടോ. ഇതാ ഇങ്ങനെ. പിന്നെ നമുക്ക് വന്നേക്കുന്നത് മഞ്ജുള പോത്തോസ് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്യുവർ മഞ്ജുളയായിട്ട് മാത്രമുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. മഞ്ജുളയും ജെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇത്. ഈ ജെയ്ഡ് സാധാരണ വരുമ്പോഴത്തേക്കും ജെയ്ഡിന് കുറച്ച് വളർച്ച അധികമാണ്. ജെയ്ഡ് സാധാരണ അങ്ങനെയാണ്, കുറച്ച് വളർച്ച അധികമായിരിക്കും. മഞ്ജുളേനേക്കാളും വളർച്ച കൂടുതലായിരിക്കും ജെയ്ഡിന്. അത് മിക്സ് ചെയ്താൽ വന്നേക്കുന്നത് കേട്ടോ. അതങ്ങനെ വേരിയേഷൻ വരാത്തതാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അതിങ്ങനെ മിക്സ് ചെയ്താൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മഞ്ജുള മാത്രമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നല്ലൊരു സ്റ്റെം വന്നേക്കുന്നത് ജെയ്ഡാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. മഞ്ജുളയും ജെയ്ഡും കൂടെ മിക്സ്. പിന്നെ അതുപോലെ തന്നെ മാർബിളും ജെയ്ഡും കൂടെ മിക്സ് വന്നിട്ടുണ്ട്. ഇതാ ഇത് മാർബിൾ ഫുൾ മാർബിൾ അല്ല വന്നേക്കുന്നത്. അതിൽ ചെറിയ ഇലയിലൊക്കെ ജെയ്ഡും കൂടെ ചേർന്നിട്ടാണ് വന്നേക്കുന്നത്. ഇതിലിപ്പോൾ മിക്കതും തന്നെ ആ രീതിയിലാണ് വന്നേക്കുന്നത്. ഒരു ഇലയമ്മ തന്നെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ ഇത് ഈ ഒരു രീതിയിലും ഒക്കെ വന്നിട്ടുണ്ട്. മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുകയുള്ളൂ. അത് ഇപ്പം നമ്മൾ കാറ്റലോഗിൽ കാണിച്ചിട്ടുണ്ട് മാർബിൾ മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് കടത്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്ലാന്റ്സുകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ രീതിയിൽ, അല്ലെങ്കിൽ മാർബിൾ വേറൊരു സ്റ്റെമ്മായിട്ട് ജെയ്ഡ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. മിക്സ് ചെയ്തിട്ടായിരിക്കും എന്തായാലും വരിക. ഇത് നോക്കിയേ, ഇതൊരു മഞ്ജുളയുടെ വന്നേക്കുന്നതാണ്. ഇതും കണ്ടോ കളർ കൂടുതൽ വന്നിട്ടില്ല. ഇത് മിക്സ് ചെയ്ത് തന്നെ വന്നേക്കണം. അത് മിക്സിൻ്റെ കാറ്റഗറിയിലാണ് കേട്ടോ ഇത് വരുള്ളൂ. നിങ്ങൾ പല രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇത് ഞാൻ ഈ എൻജോയ് 2 പോട്ട് കൊടുത്ത് കാണിച്ച് ചിലവർ ചോദിക്കാറുണ്ട് എന്താ റേറ്റിൽ വ്യത്യാസം വന്നേക്കുന്നത്, എന്താ അങ്ങനെ 2 ഇതായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പോട്ടുകൾ 2 സൈസായിട്ട് എടുത്ത് കാണിച്ചത്. പിന്നെ ഇതാ നമ്മുടെ ഹോമിലോമിന സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഹോമിലോമിന അറിയാം, നന്നായിട്ട് ഇൻഡോറിൽ അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റുകളാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകൾ. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വളർന്നോളൂ കേട്ടോ. ഒരു ശ്രദ്ധ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഹൈറ്റ് വെക്കണതനുസരിച്ച് സ്റ്റെം ഒന്ന് കട്ടിയായിട്ടുണ്ടെങ്കിൽ സ്റ്റെം കട്ട് ചെയ്തിട്ട് ആ ഭാഗം നട്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വേര് വന്നോളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഞാൻ ഏറ്റവും 3 ഇലകളുടെ പ്ലാന്റാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ ഇരിക്കുന്നതൊക്കെ കൂടുതൽ ഇലകളുള്ളതാണ്. ഒത്തിരി ഹൈറ്റിലേക്ക് ഇല പോയേക്കുന്നത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടാട്ടോ വിടുള്ളൂ. കാരണം നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ അത്രയും നീളത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെ വെച്ച് പാക്കറ്റ് ഒടിയാൻ സാധ്യതയുണ്ട്, നല്ല രീതിയിൽ വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇലകൾ ഞാൻ അത്രയും ഹൈറ്റുള്ള ഇലകൾ കട്ട് ചെയ്തിട്ടാണ് വിടുള്ളൂ. കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇതിനൊന്നും ഒരു ശ്രദ്ധ വേണ്ടാത്ത പ്ലാന്റുകളാണ്. അപ്പോൾ വേര് മാത്രം കിട്ടിയാൽ മതി. വേരിൻ്റെ ആ അടിയിലുള്ള ഒരു കിഴങ്ങ് കൂടെ കിട്ടിയാൽ പോലും പിടിച്ചു വന്നോളൂ കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റിൽ പെട്ടതാണ്. ഞാൻ മിക്കവാറും ഇൻഡോറിലേക്ക് എടുത്ത് വെക്കുന്ന പ്ലാന്റിൽ പെട്ടതാണ്. പിന്നെ നമ്മളുടെ ഡിഫൻ ബാക്കിയ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതാ നല്ല രസമാണ് കാണാനായിട്ട്. അതാ ഇത് കണ്ടോ, ആ ആർമിയുടെ ആ യൂണിഫോമിൻ്റെ ഒക്കെ സ്ട്രക്ചറാണ് അതിൽ വരുന്നത്. നല്ല രസമാണ്. 3 കളറൊക്കെ മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളത് മെസ്സേജ് ചെയ്തോളൂ. ബാക്കി കുറേ പ്ലാൻസുകളുണ്ട്. ഞാൻ കുറേ കാറ്റലോഗിലേക്ക് കയറ്റാൻ സമയം കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കയറ്റാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച ഓൾറെഡി ഇതായി കഴിഞ്ഞു. ഇനി ചൊവ്വ ബുധൻ 2 ദിവസം മാത്രമാണ് കേട്ടോ ഞാൻ പാക്കിങ് ഉണ്ടായിരിക്കുള്ളൂ. ഈ ആഴ്ച ഉണ്ടായിരിക്കില്ല. അപ്പോൾ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്ത് ആദ്യമുള്ളവർക്കൊക്കെ ഈ ദിവസങ്ങളിൽ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഞാൻ ഡേറ്റ് തരുന്നത്. നമ്മൾ സാധാരണ കേസിൽ തിങ്കൾ തുടങ്ങി വ്യാഴം വരെ എല്ലാ ദിവസവും നമ്മൾ പ്ലാൻസുകൾ ഇടാറുണ്ട്. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് പ്രത്യേകിച്ച് പറയാറുള്ളൂ.
ഓർഡർ പെൻഡിങ്ങിലേക്ക് കുറച്ച് പിറ്റത്തെ ആഴ്ചയിലേക്ക് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിൽ കൂടുതൽ ഓർഡറുകൾ വരുവാണെങ്കിൽ അടുത്ത ആഴ്ചത്തിലേക്കായിരിക്കും വരിക കേട്ടോ. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. വിതിൻ 2 days എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നന്നായിട്ട് വളർന്ന സമയമാണ്. മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ അടീനിയൊക്കെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സേഫ് ആയിട്ടൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.